യേശു ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞു, ജീവൻ വെടിഞ്ഞു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയിലെ ഈ വായനകളിലൂടെ യേശുവിൻ്റെ പീഠാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക മാത്രമല്ല, ഈശോയുടെ പീഠാനുഭവം എന്നത് ഒരിക്കൽ സംഭവിച്ചത് എന്നേക്കുമായിട്ട് സംഭവിച്ചതാണ്. ആ സംഭവത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച വായനകളിൽ തുടിച്ചു നിൽക്കുന്ന പ്രധാന രഹസ്യം, ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യരെ ദൈവങ്ങളാക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപപരിഹാര ബലി ആയി അർപ്പിക്കപ്പെടുക എന്നതായിരുന്നു. ഇന്നത്തെ വായനകളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന വലിയ രഹസ്യങ്ങൾ ഇതാണ്. പഴയ നിയമത്തിൽ അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന പുതിയ നിയമം, അബ്രാഹം തന്റെ മകനായി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കർത്താവ് അബ്രാഹത്തിനെ വിളിക്കുന്നു. അബ്രാഹം അനുസരണയോടെ അത് ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസത്തിൽ അബ്രാഹത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അബ്രാഹം തൻ്റെ മകനെ ബലിയർപ്പിച്ചതും ദൈവപിതാവ് തൻ്റെ മകനെ ബലിയർപ്പിച്ചതും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും നമ്മളെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തുന്നതിനുമാണ്. അന്ത്യദിനത്തിൽ കുറിച്ചുള്ള ഈശോയുടെ വായനകളിൽ ഈശോയുടെ പ്രഖ്യാപനത്തിൽ പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി യുഗങ്ങളുടെ ആരംഭത്തിൽ തന്നെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം സ്വന്തമാക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുവാൻ നിങ്ങൾ വരുവിൻ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം പ്രത്യേകിച്ച് കരുണയുടെ വർഷം, കരുണയുടെ കവാടം തുറക്കപ്പെടുകയും ലോകമെമ്പാടും കരുണയെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി, കരുണാസമ്പന്നനായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി വേദന അനുഭവിപ്പിച്ചുകൊണ്ട്, നമ്മൾ കേട്ടു യെശയ്യാവ് പ്രവാചകന്റെ വചനത്തിൽ, അവനെ കണ്ടവർ അമ്പരന്നു പോയി. അവന്റെ മേൽ നമ്മുടെ അകൃത്യങ്ങളാണ് അവിടുന്ന് ചുമത്തിയത്. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ ആരോടാണ് കരുണ കാണിക്കുന്നത്? തൻ്റെ ഏകമകനായ ഏകപുത്രനായ ഈശോയെ വേദനിക്കാനും ക്ലേശങ്ങൾ അനുഭവിക്കാനും വിട്ടുകൊടുത്തുകൊണ്ട് നിഷ്ഠൂരമായ ക്രൂരമായ പീഠാനുഭവത്തിലൂടെ കടത്തിവിട്ടത് മനുഷ്യവംശത്തോട് മുഴുവനും ഉള്ള കരുണ ഒഴുക്കുന്നതിന് വേണ്ടിയാണ്. പാപം അതിൻ്റെ ഏറ്റവും ക്രൂരമായ
പ്രകടനം നടത്തുകയായിരുന്നു. ദൈവപുത്രനായ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും തലയിൽ മുൾമുടി ധരിപ്പിക്കുകയും കാരിരും പാണികൾ അടിച്ചു കയറ്റി അവനെ കുരിശിൽ തറയ്ക്കുകയും അവനെ തിരസ്കരിക്കുകയും അവനെ അവഹേളിക്കുകയും അവന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയും ചെയ്തതെല്ലാം പാപത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രവർത്തനമായിരുന്നു. എന്നാൽ അതേ സമയം ദൈവം തൻ്റെ പുത്രന്റെ ആത്മാവിനെ ആ പീഠാനുഭവത്തെ മുഴുവനും ഒരു പരിഹാര ബലിയായി ഈശോ മാറ്റി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ പീഠാനുഭവം മുഴുവനും പാപപരിഹാര ബലിയായി ഈശോ മാറ്റിക്കൊണ്ട് മനുഷ്യവംശത്തിന്റെ പാപപരിഹാര ബലിയാവുകയും ആ ബലിയിലൂടെ ഒഴുകിയ കൃപാവരം ഈ പീഠാനുഭവം നടക്കുന്ന സമയത്ത് യേശുവിൻ്റെ ഹൃദയത്തിലൂടെ വിസ്മയനീയമായി മനുഷ്യവംശത്തിലേക്ക് മുഴുവനും ഒഴുകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം. നമ്മൾ പീഠാനുഭവത്തെയും യേശുവിനെ പീഡിപ്പിക്കുന്നവരെയും നോക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകളിലൂടെ മനസ്സിലാക്കണം, ഇതേ സമയം ആ പീഠാനുഭവം മനുഷ്യവംശത്തിന്റെ മുഴുവനും രക്ഷയുടെ കാരണമാകുകയും അങ്ങനെ ആ രക്തം ബലിയിലൂടെ, ആ രക്തം ചിന്തലിലൂടെ നമ്മെ നീതീകരിക്കുന്ന ഒരു ഉപകരണമായി മാറി എന്നുള്ളതാണ്. യേശുവിൻ്റെ രക്തമാണ് നമ്മെ നീതീകരിക്കുന്ന ഉപകരണമായി മാറുന്നത്. An instrument of the righteousness of God, which made us righteous. സ്നേഹമുള്ളവരെ, അബ്രാഹത്തിന് നൽകിയ വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിന്റെ ഉള്ളടക്കത്തിൽ അബ്രാഹത്തോടെ തന്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ ദൈവം അരുളി ചെയ്യുന്ന നിമിഷം ദൈവത്തിനറിയാമായിരുന്നു അബ്രാഹത്തിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ആ വിശ്വാസം പാസ്സാകുകയും ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പാസ് ഓവർ ചെയ്യുകയും ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ ഒരു പാസ് ഓവർ. അബ്രാഹം തന്റെ മകനുമായിട്ട് മോറിയ പർവ്വതത്തിലേക്ക് പോകുന്നത്, മോറിയ പർവ്വതത്തിന്റെ ഒരു വശത്ത് ഇടതുവശത്ത് ഈ ഗെത്സമനിയും ഒലിവുമലയും ഗിദ്രിയോൻ വാലി, മറുവശത്ത് ഗാഗുൽത്ത. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മോറിയ പർവ്വതം, അബ്രാഹം ബലിയർപ്പിച്ച മോറിയ പർവ്വതത്തിലാണ് ജെറുസലേം ദേവാലയം പണിതുയർത്തിയതും ആ ജെറുസലേം ദേവാലയത്തിന്റെ തിരശീലയാണ് ഇപ്പോൾ രണ്ടായി കീറിക്കൊണ്ട് എല്ലാവരെയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കം തൻ്റെ പിതാവിൻ തന്നെ നടത്തിയിരിക്കുന്നു. തൻ്റെ ഹൃദയം കീറിക്കൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ തിരശീല കീറിയത്. ഈ ദേവാലയത്തിന്റെ തിരശീല കീറുമ്പോൾ ലോകം മുഴുവനിലേക്കുമുള്ള കരുണ പൊട്ടി ഒഴുകുന്ന ഒരു വാസ്തവമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അന്നുവരെ ചട്ടങ്ങളും നിയമങ്ങളും ഈ തിരശീല സാധാരണ മനുഷ്യർക്ക് ആർക്കും അതിൽ പ്രവേശനമില്ലാത്ത അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ മാത്രം പ്രവേശിക്കാനുള്ള ആ തിരശീല ഇതാ നെടുവെ കീറിക്കൊണ്ട് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് കരുണയുടെയും കൃപയുടെയും സ്നേഹത്തിന്റെയും തുറവി കവാടം തുറന്നിരിക്കുന്നു. അതിന്റെ ആരംഭമായിരുന്നു അബ്രാഹത്തിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് നൽകിയ നിന്റെ ഏകമകനെ നീ ഇപ്പോൾ മോറിയ പർവ്വതത്തിൽ എനിക്ക് വേണ്ടി ഒരു ദഹനബലി അർപ്പിക്കുക. അബ്രാഹം ഒരു നിമിഷം പോലും മടിച്ചില്ല. ആദം അനുസരിക്കാൻ സാധിക്കാതിരുന്നതിൽ ആ അനുസരണക്കേടിന്റെ മുറിവുകളെ മാറ്റിക്കൊണ്ട് ആ കെട്ടുകൾ അഴിച്ചുകൊണ്ട് അബ്രാഹാം ഇതാ സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നതിന് അനുസരണമുള്ളവനായി മാറി. ഇവിടെ മുതൽ അനുസരണക്കേടിന്റെ പരിഹാരം ആരംഭിച്ചിരിക്കുന്നു.
അനുസരണക്കേടിന്റെ പരിഹാര ബലിയുടെ ഒരു അവസ്ഥയാണ് അബ്രാഹാം തന്റെ മകനെ കഴുത്തറക്കാൻ അനുസരണമുള്ളവനാകുകയും അങ്ങനെ അബ്രാഹാം ഇസ്ഹാക്കിനെയും മോറിയ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈശോ ഗോൽഗോത്താ പർവ്വതത്തിലേക്ക് കുരിശു ചുമന്ന പോലെ ഈ മകൻ അവനെ ദഹിപ്പിക്കുന്നതിനുള്ള വിറക് ചുമന്നുകൊണ്ട് മുന്നേറുന്നു. അതിനിടയ്ക്ക് അപ്പനോട് ചോദിക്കുകയാണ്, എവിടെയാണ് കുഞ്ഞാട്, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട്? അപ്പച്ചൻ പറയുകയാണ്, മകനെ, അത് കർത്താവ് തന്നെ കാണിച്ചു തരും. അബ്രാഹത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ വിശ്വാസ ശക്തിയുടെ പ്രവാഹമാണ്. വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹാം ഇതാ ഇപ്പോൾ മകനെ ബലിയർപ്പിക്കാൻ സ്വന്തം കൈകൾ കൊണ്ട് കല്ലെടുത്ത് വെച്ചൊരു ബലിപീഠമുണ്ടാക്കി അതിന്റെ മീതെ അവനെ ദഹിപ്പിക്കാനുള്ള വിറക് നിരത്തിയിട്ട് തിരിഞ്ഞ് മകന്റെ കൈ പിടിക്കുമ്പോഴാണ് ഇസ്ഹാക്കിന് മനസ്സിലാകുന്നത്, പിതാവേ, അങ്ങ് എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്? അപ്പോഴാണ് അബ്രാഹാം പറയുന്നത്, മകനെ, നീ തന്നെയാണ് ബലിവസ്തു. എന്താണ് അപ്പച്ചനി പറയണത്? ഞാൻ ബലിവസ്തുവോ? ഞാനൊരു കുഞ്ഞാടോ? കുഞ്ഞാടല്ലേ ബലിയർപ്പിക്കപ്പെടേണ്ടത്? അതേ മകനെ, ഇപ്പോൾ നീയാണ് കുഞ്ഞാട്. എന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിന്നെ തന്നെ ബലിയർപ്പിക്കാനാണടാ മോനെ പറയുന്നത്. അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? സ്വന്തം മകനെ കൊല്ലുമെന്നോ? സ്വന്തം മകനെ അറുത്ത് കൊല്ലുമെന്നോ? മോനെ, ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും ദൈവം മനുഷ്യർക്ക് പാപപരിഹാരത്തിന് ബലിയർപ്പിക്കാൻ പോകുന്നത്. പിതാവായ ദൈവം സ്വന്തം മകനെ ബലിയർപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് മനുഷ്യൻ തന്നെ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് ഇതാ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ഉച്ചകോടി അനുഭവത്തിലേക്ക് വരികയാണ്. ഈ വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അബ്രാഹാം മലമുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ നിൽക്കുവിൻ, ഞങ്ങൾ പോയി ബലിയർപ്പിച്ചു തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതനുസരിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തെ മണൽത്തരികളെപ്പോലെയും നിനക്ക് മക്കളെ തരുമെന്നുള്ള വാഗ്ദാനം ദൈവം ഒരിക്കലും മാറ്റുകയില്ല. ആ വാഗ്ദാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ എന്റെ കുഞ്ഞിനെ ഞാൻ ബലിയർപ്പിച്ചാലും ആ ബലിവസ്തുവായി മാറുന്ന എന്റെ മകനെ ദൈവത്തിന് മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. അബ്രാഹത്തിന്റെ ബലിയിൽ അബ്രാഹാം ഇതാ മകനെ കൈപിടിച്ച് കെട്ടി ബലിയർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇസ്ഹാക്ക് കുതറി, ഇസ്ഹാക്ക് വേദനിച്ചു, പിതാവേ ചെയ്യരുത്, ഇത് വേണ്ട പിതാവേ, എന്നെ കൊല്ലല്ലേ എന്ന് പറയുമ്പോൾ അബ്രാഹാം പറഞ്ഞു, മകനെ, നീ എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കൂ. നിനക്കറിയോ നമ്മുടെ വിശ്വാസം എന്താണെന്ന്? നിനക്കറിയോ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നമ്മെ മരിച്ചാലും ഉയർപ്പിക്കാൻ സാധിക്കും എന്ന ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാണ്. സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച അബ്രാഹാം മലമുകളിൽ മകനെ കഴുത്തിന് കത്തിവെക്കുന്ന സമയത്ത് പൂർണ്ണമായി വിശ്വാസത്തോടെയാണ് അവന്റെ കഴുത്തിന് കത്തിവെക്കുന്നത്. കർത്താവേ, ഇതാ ഞാൻ നീ ആഗ്രഹിച്ച പോലെ എന്റെ മകനെ നിനക്കായി ബലിയർപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇവനെ അറുത്താലും ഇവൻ മരിച്ചാലും എന്റെ ദൈവത്തിന് ഇവനെ ഉയർപ്പിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഉയർപ്പിലൂടെ അങ്ങയുടെ വാഗ്ദാനം പൂർത്തിയാകുകയും ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ കത്തി കഴുത്തിന് വെച്ചപ്പോൾ മാലാഖ ആ കത്തി വലിച്ചെറിഞ്ഞു, കൈപിടിച്ച് വലിച്ചു. എബ്രാഹാം കരയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യണം, എന്നെ
തടസ്സപ്പെടുത്തരുത്. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു മാറ്റൊലി ഉണ്ടായി. ഏബ്രഹാം, കുഞ്ഞിന്റെ മേൽ തൊട്ടു പോകരുത്. ഇതാ ഇപ്പോൾ എനിക്ക് സംതൃപ്തിയായി. നീ നിന്റെ ഏകജാതനെ പോലും എനിക്ക് വേണ്ടി നൽകാൻ മടിക്കായികയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ മകനിലൂടെ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അബ്രാഹം തന്റെ മകനെ ബലിയർപ്പിച്ചപ്പോൾ ഇതാ ദൈവം കരുണയുടെ ഹൃദയം തുറന്നു, കരുണയുടെ കവാടം തുറന്നു. ആ മോറിയ മലയിൽ തന്നെ അബ്രാഹം കർത്താവിന് വേണ്ടി ഒരു ബലിപീഠം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തിന് യാഹ്വേ എയ്രേ എന്ന് വിളിക്കും. കർത്താവിന്റെ മലയിൽ വേണ്ടത് ലഭിക്കും. അതാണ് അടുത്ത മലയിൽ ഗാഗുൽത്ത, തൊട്ടടുത്തുള്ള മലയിൽ ഇതാ പിതാവ് തന്റെ മകനെ ബലിയർപ്പിക്കുന്നത്. ഈ രണ്ട് ബലികളും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിലെ ബന്ധം. അബ്രാഹത്തിന് നൽകിയ ആ വിശ്വാസമാണ് തലമുറകളായി പകർന്ന് നമ്മളിലേക്കും മാതാവിലേക്കും വരുന്നിരിക്കുന്നത്. ഇവിടെ ഈശോ ബലിയർപ്പിക്കുന്ന സമയത്ത് പിതാവ് സംതൃപ്തനായിരിക്കുന്നു. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഇതാ പൂർത്തീകരിച്ചുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അന്ന് മോറിയ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അബ്രാഹത്തോട് പറഞ്ഞതാണ്. ഗാഗുൽത്ത മലയിലൂടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ദൈവം നടപ്പാക്കിക്കൊണ്ട് മനുഷ്യവംശത്തിന്റെ മുഴുവനും അനുഗ്രഹത്തിനായിട്ട്. ഈ ബലിയർപ്പണത്തിന്റെ രഹസ്യത്തിലാണ് അബ്രാഹത്തിന് വിശ്വാസത്തിലൂടെ അബ്രാഹം വിശ്വസിച്ചു, ഞാൻ ഇവനെ അറുത്താലും ഇവൻ മരിച്ചാലും ഇവൻ ഉയർക്കും. ഈ ഒറ്റ ബോധ്യമാണ് ഈശോ പരസ്യ ജീവിതത്തിൽ മുഴുവനും ഈശോ പ്രഖ്യാപിച്ചിരുന്നത്. അവരെന്നെ കൊല്ലും, അവരെന്നെ വധിക്കും, എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. മാതാവ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം മകനെ തന്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന വീരോചിതമായ ഒരു വിശ്വാസമാണ്. അബ്രാഹം വിശ്വാസത്തിന്റെ പിതാവെങ്കിൽ ഇതാ മറിയം മാതാവ് വിശ്വാസത്തിന്റെ മാതാവാണ്. അബ്രാഹം തന്റെ മകനെ അറക്കുന്നത് കാണാൻ ഇടവരുത്തിയില്ലെങ്കിൽ മാതാവ് തന്റെ മകനെ അറക്കുന്നത്, തന്റെ മകനെ രക്തമൊഴുപ്പിച്ച് വധിക്കുന്നത് കൺമുമ്പിൽ വെച്ച് കണ്ട ആ വിശ്വാസമാണ് നമ്മുടെ എല്ലാം വിശ്വാസത്തിന്റെ പൈതൃകം. ജോൺ പോൾ രണ്ടാമൻ പിതാവ് പറയാറുള്ളത് വീരോചിതമായ വിശ്വാസം. ഇതാ ആ ഉച്ച സമയത്ത് 3 മണി സമയത്ത് 12 മണി മുതൽ 3 മണി വരെ അന്ധകാരം പടർന്നു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി. എങ്കിലും കുലുങ്ങാതെ നിന്ന അമ്മ സ്വന്തം മകനെ തന്റെ കൺമുമ്പിൽ ബലിയർപ്പിക്കുന്നത് കണ്ടിട്ട് കുലുങ്ങാതെ മൗനമായിട്ട് അവരോട് പ്രതികരിക്കാതിരുന്നത്, ഇതാ ദൈവത്തിന്റെ കരുണാപ്രവാഹം നടക്കുകയാണെന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ അമ്മ കാണുന്നത് ഇനി 3-ാം ദിവസം ഇവൻ ഉയർത്തെഴുന്നേൽക്കും. Destroy this temple, I will build it again in 3 days. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ പണിതുയർത്തും എന്ന വാക്കുകൾ മാതാവിന് മാത്രമേ ഒരുപക്ഷെ മനസ്സിലായുള്ളൂ. സ്നേഹമുള്ളവരെയും അതേ സമയത്ത് നമ്മൾ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായിൽ കേട്ടു, അവന്റെ വേദനകളാണ് നമുക്ക് രക്ഷ നൽകിയത്, അവന്റെ മുറിവുകളാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ വേദനിക്കണമെന്നത് അവിടുത്തെ ഹിതമായിരുന്നു. റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് ഈ വേദന അനുഭവിച്ചത്. 5-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനങ്ങളിൽ പറയുന്നത് നാം വായിച്ചു, നാം ബലഹീനരായിരിക്കെ
നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. എന്തോ ഒരു വലിയ സ്നേഹമാണ്, എന്തോ ഒരു വലിയ കരുണയാണ്. ഇന്ന് പാപികളായ നമ്മൾ, ഘോര പാപികളായ നിരവധി മനുഷ്യർ, നമ്മൾ അവരെ കരുണയോട് കാണണം. നമ്മുടെ ഭവനത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള പാപികളോട് നമ്മൾ കരുണയോടെ കാണണം. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം, അവർക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ഒരുപക്ഷെ നമ്മൾ മാമോദീസ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന, എന്നും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ മനസ്സിലാക്കുവിൻ, നമുക്ക് ലഭിക്കുന്ന അതേ കൃപ തന്നെ എല്ലാവർക്കും ലഭിക്കാൻ അവർ അർഹരാണെന്നും മാത്രമല്ല, ഇനിയും ഈ രഹസ്യം അറിയാത്ത അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരാണ് നമ്മൾ പാപികളെന്ന് വിളിക്കുന്നതെങ്കിലും യേശുക്രിസ്തു അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഭവനത്തിലേക്ക് നോക്കുക. മദ്യപാനിയായ ഭർത്താവ്, മദ്യപാനിയും മയക്കുമരുന്നും കഴിക്കുന്ന മക്കൾ, വ്യഭിചാരത്തിൽ ജീവിക്കുന്നവർ, കുടുംബത്തിൽ ഒട്ടും സമാധാനം തരാതെ ഭയങ്കരമായ വാശി, വൈരാഗ്യം, ശത്രുത, കലഹം, കോപം, മാത്സര്യം. എന്നാൽ ഇവരെല്ലാവരോടും നമ്മൾക്ക് ഇന്ന് പറയാം, നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചു, നിന്റെ പാപം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കുരിശിന്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ഓ ഞങ്ങളുടെ പാപങ്ങളാണല്ലോ നിന്നെ കുരിശിൽ തറച്ചത്. എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും മോചനം നൽകാനാണല്ലോ നിന്നെ കുരിശിൽ തറച്ചത്. നമ്മൾക്ക് ഒരു കുറ്റബോധമില്ലാതെ, മറിച്ച് ദൈവത്തിന്റെ നീതിയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി നൽകിക്കൊണ്ട് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. എന്നാൽ ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെ അല്ല ഈ കൃപാദാനം. ഒരു പാപത്തിന്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി, അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. മനുഷ്യനെ അവന്റെ സകല പാപങ്ങളിൽ നിന്നും ദൈവം തന്നെ മോചിപ്പിക്കുന്നതിന് ദൈവം അവന്റെ പാപവും പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ ശാപവും കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ, നമ്മൾ ഓരോരുത്തരെയും, ലോകത്തിലുള്ള എല്ലാ ജാതി മനുഷ്യരെയും സ്വതന്ത്രമാക്കിയിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു. ഈ രഹസ്യത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇതാ വലിയ വാരത്തിന്റെ ഏറ്റവും പ്രധാന ദിവസത്തിലേക്ക് വന്നിരിക്കുന്നു. ലോകമെമ്പാടും നിരവധി രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും ഇതുപോലെ യേശുവായി മരിക്കുന്നത് അനേകരുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. ഈ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ മദർ തെരേസയുടെ സിസ്റ്റേഴ്സും ടോമി അച്ഛനും ഇവരെല്ലാവരും സഹിക്കുന്ന, ലോകമെമ്പാടുമുള്ള അറിയപ്പെടാത്ത അനേകം ക്രൈസ്തവർ സഹിക്കുന്ന സഹനമെല്ലാം ഇത് ഈ ബലിയായിത്തീർന്ന യേശുവിന്റെ ശരീരത്തിന്റെ ശാഖകളായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സഹനങ്ങൾ, എല്ലാവരിലും എന്തെങ്കിലും സഹനം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും നമുക്ക് ഈശോയുടെ സഹനത്തോട് ചേർത്തുകൊണ്ട്, ഓ ഈശോയെ, ഞങ്ങളെ നീതീകരിക്കുന്നതിനുള്ള ബലി നീ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളാരും ഞങ്ങളുടെ പാപത്തിന്റെ ഭീകരതയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു
ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിന് ചെമ്പരിയാട്ടിൻകുട്ടിയായി ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നമുക്കിന്ന് തുടർന്നുള്ള ബലിയർപ്പണത്തിൽ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവനും വേണ്ടിയാണ് ഈശോ ബലിയർപ്പിച്ചതെന്നും ലോകം മുഴുവന്റെയും പാപങ്ങൾ യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണത്തിന്റെ പൂർണ്ണമായ അനുഭവത്തിലേക്കും കാരോസൂസ പ്രാർത്ഥനകളിലേക്കും പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ വേദനകളെല്ലാം ഈശോയുടെ വേദനകളോട് ചേർത്തുകൊണ്ട് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു ദുഃഖവെള്ളിയാഴ്ചയിലൂടെ കരുണയുടെ കവാടം നമ്മൾ ഓരോരുത്തർക്കും മാത്രമല്ല ഭീകരരിലേക്ക് വരെ ഒഴുകി അവരെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.